إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അന്നൂർ 27ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ. നിങ്ങൾ വീടുകളിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവതരിച്ചതാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല, ബുയൂതൻ, ഒരു വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, ഗൈറ ബുയൂതിക്കും, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ, അതായത് അന്യ വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. ഹത്താ, ഏതുവരെ, തസ്തഅനിസു, നിങ്ങൾ അനുമതി ചോദിക്കുന്നത് വരെ പ്രവേശിക്കാൻ പാടില്ല. വതുസല്ലിമു അലാ അഹ്ലിഹാ, അതിന്റെ ആൾക്കാർക്ക് നിങ്ങൾ സലാം ചൊല്ലുന്നത് വരെയും നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നാം ഒരു വീട്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിനൊരു മര്യാദയുണ്ട്. അവരോട് അനുമതി ചോദിക്കണം. നമുക്ക് അനുമതി ലഭിച്ചാൽ മാത്രമേ ആ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. അത് മാത്രമല്ല, 3 വട്ടം നാം സലാം ചൊല്ലണം. ആദ്യ വട്ടം സലാം ചൊല്ലി അതിന് മറുപടി ഇല്ലെങ്കിൽ വീണ്ടും ചെല്ലാം. അങ്ങനെ 3 വട്ടം ആവർത്തിച്ചുകൊണ്ട് 3 വട്ടവും നമുക്ക് മറുപടി ലഭിച്ചില്ല എങ്കിൽ നാം മടങ്ങിപ്പോകണമെന്നാണ്. ഈ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിനൊരുപാട് ഉദാഹരണങ്ങൾ മാതൃക അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിലും അതുപോലെ വിശുദ്ധ സ്വഹാബത്തിന്റെ ആ നടപടിക്രമങ്ങളിൽ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. അത് കഴിഞ്ഞ് അല്ലാഹു പറയുകയാണ്, ദാലിക്കും, അതാണ് ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഉത്തമമായത് അതാണ്, ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഓർക്കുന്നവരായേക്കാം എന്നാണ് അല്ലാഹു പറയുന്നത്. നിങ്ങൾ നല്ല മനുഷ്യരായി കാര്യങ്ങളൊക്കെ ചിന്തിച്ചു പഠിച്ചു മനസ്സിലാക്കി ഓർക്കുന്നവരായി മാറാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം നിയമനിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതെന്നാണ്. അതുകൊണ്ട് ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ മാന്യമായിട്ടായിരിക്കണം. കാരണം ആ വീട്ടുകാർക്ക് പലതരത്തിലുള്ള സ്വകാര്യതകൾ ഉണ്ടാകും. അതൊന്നും വെളിവാകുന്ന രൂപത്തിൽ ചാടിക്കയറി നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. സലാം ചെല്ലാതെ, അനുമതി ചോദിക്കാതെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, കടന്നു ചെല്ലാൻ പാടില്ല എന്നത് കർശനമായി അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ് ഈ ആയത്തിൽ കൂടി. ഇതാണ് നമുക്ക് നൽകുന്ന നിർദ്ദേശം. അത്തരം നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളായി മാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.